നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. പെരിഞ്ഞനത്ത് നിയന്ത്രണം വിട്ട കാർ സ്കൂട്ടറിൽ ഇടിച്ച് യുവാവ് മരിച്ചു. മരിച്ചയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല. മൃതദേഹം കൊടുങ്ങല്ലൂർ മോഡേൺ ആശുപത്രിയിൽ. മാള ബ്ലോക്ക് പഞ്ചായത്ത് ഭിന്നശേഷി കലോത്സവം നിറക്കൂട്ട് 2024 സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്ധ്യ നേസൻ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. പെരിഞ്ഞനത്ത് നിയന്ത്രണം വിട്ട കാർ സ്കൂട്ടറിൽ ഇടിച്ച് യുവാവ് മരിച്ചു. KL 64D 5376 എന്ന സ്കൂട്ടറിൽ സഞ്ചരിച്ചിരുന്നയാളാണ് മരിച്ചത്. മരിച്ചയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല. മൃതദേഹം കൊടുങ്ങല്ലൂർ മോഡേൺ ആശുപത്രിയിൽ. 38 വയസ്സ് തോന്നിക്കുന്ന ആളാണ് മരിച്ചത്. ഇതര സംസ്ഥാന തൊഴിലാളിയാണെന്നാണ് നിഗമനം. കൂടെയുണ്ടായിരുന്ന ഒരാളെ തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് പുലർച്ചെ 4 മണിയോടെയായിരുന്നു അപകടം. തെക്ക് ഭാഗത്തു നിന്നും വന്നിരുന്ന സ്കൂട്ടറിൽ എതിരെ വന്നിരുന്ന കാർ ഇടിക്കുകയായിരുന്നു. പെരിഞ്ഞനത്തെ ലൈഫ് ഗാർഡ്സ് ആംബുലൻസ് പ്രവർത്തകരാണ് പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിച്ചത്. മാള ബ്ലോക്ക് പഞ്ചായത്ത് ഭിന്നശേഷി കലോത്സവം നിറക്കൂട്ട് 2024 സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്ധ്യ നേസൻ ഉദ്ഘാടനം ചെയ്തു. സാമ്പത്തിക വർഷത്തിലെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ 3 ലക്ഷം രൂപ വകയിരുത്തിക്കൊണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു ദിവസം നമ്മൾ ഇന്നോട് തെരഞ്ഞെടുത്തിരിക്കുന്നത്. അത് ഏറ്റവും വളരെ മനോഹരമായിട്ടുള്ള രീതിയിൽ അവരുടെ കലാകായികമായിട്ടുള്ള കഴിവുകളെയൊക്കെ തന്നെ സമൂഹത്തിന്റെ ഉന്നതിയിലേക്ക് മുഖ്യധാരയിലേക്കൊക്കെ തന്നെ ഈ കുട്ടികളെ കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മൾ ഇത്തരം പദ്ധതികൾ പഞ്ചായത്ത് തലത്തിലൊക്കെ തന്നെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അവരുടെ ആ ഒരു പ്രത്യേകമായിട്ടുള്ള കഴിവുകളെയൊക്കെ തന്നെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലേക്കാണ് നമ്മളിവിടെ ഇന്ന് പരിപാടികൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പൊ എത്രയും പെട്ടെന്ന് പരിപാടികൾ ആരംഭിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഉത്തരവാദിത്വം. എന്നതുകൊണ്ടൊക്കെ തന്നെ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഇത് കഴിയുന്നത് വരെ ഈ ഫ്രണ്ടിലിരിക്കുന്ന സമ്മാനങ്ങളൊക്കെ തന്നെ ഇന്നത്തെ ഈ പരിപാടി കഴിഞ്ഞ് ഈ പരിപാടിയിൽ പങ്കെടുത്ത കുട്ടികൾക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സമ്മാനങ്ങളെല്ലാം ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഒരുപാട് പ്രസംഗങ്ങളൊന്നും ഇല്ലാതെ തന്നെ എത്രയും പെട്ടെന്ന് പരിപാടികൾ ആരംഭിച്ച് ഉച്ചയ്ക്ക് ഫുഡെല്ലാം കഴിച്ച് നമ്മൾ എല്ലാവരും പിരിയും. പിന്നെ അംഗനവാടി ടീച്ചർമാരെല്ലാവരും. വൈസ് പ്രസിഡന്റ് ഡൊമിനിക് ജോമോൻ അധ്യക്ഷനായി. വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ PV വിനോദ്, സാജൻ കൊടിയൻ, ഡെയ്സി തോമസ്, ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ബിന്ദു ഷാജു, മറ്റംഗങ്ങളായ സിൽവി, രേഖ, ഷാൻഡി ജോസഫ്, ജുമൈല സഗീർ എന്നിവർ സംസാരിച്ചു. പുതിയതായി നിർമ്മാണം പൂർത്തീകരിച്ച കൊടകര വല്ലപ്പാടി ദേവമാതാ ദേവാലയത്തിന്റെ കൂദാശയും പ്രതിഷ്ഠയും നടത്തി. ഇരിങ്ങാലക്കുട രൂപതാ മെത്രാൻമാർ പോളി കണ്ണുകാടൻ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് നടത്തിയ പൊതുസമ്മേളനവും മെത്രാൻ ഉദ്ഘാടനം ചെയ്തു. ഇരിങ്ങാലക്കുട രൂപതാ വികാരി ബിൽസൺ ഈരത്തറ അധ്യക്ഷനായി. കൊടകര സെന്റ് ജോസഫ് ഫൊറോന ദേവാലയ വികാരി ഫാദർ ഡേവിസ് കല്ലിങ്കൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. ബെന്നി ബെഹനൻ MP സ്മരണിക പ്രകാശനം ചെയ്തു. TJ സനീഷ് കുമാർ ജോസഫ് MLA, കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇടവക വികാരി ഫാദർ ലിജോ കളപ്പറമ്പത്ത്, ജനറൽ കൺവീനർ ജോയ് മാഞ്ഞൂക്കാരൻ, കൈക്കാരന്മാരായ ജോൺസൺ ആലപ്പാടൻ, ലിൻസൺ മൽപ്പാൻ, ഷാജു ചെങ്ങിനിയാടൻ, ജോമോൻ കണ്ണൂക്കാടൻ എന്നിവർ നേതൃത്വം നൽകി. യൂത്ത് കോൺഗ്രസ് കയ്പമംഗലം മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റായി ഷെഫി മൂസ ചുമതലയേറ്റു. കോൺഗ്രസ് കയ്പമംഗലം മണ്ഡലം കമ്മിറ്റി ഓഫീസറായ ചളിങ്ങാട് ലീഡർ ഭവനിൽ നടന്ന സ്ഥാനാരോഹണ ചടങ്ങ് DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് KS ഷുഹൈൽ അധ്യക്ഷനായി. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഹരീഷ് മോഹൻ മുഖ്യാതിഥിയായിരുന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പ്രമോദ്, സംസ്ഥാന സെക്രട്ടറി സുശീൽ ഗോപാൽ, ജില്ലാ സെക്രട്ടറിമാരായ നൌഫിദ മുഹമ്മദ്, VS ജിനേഷ്, DCC ജനറൽ സെക്രട്ടറി KF ഡൊമിനിക്, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ അനസ് അബൂബക്കർ, CJ ജോഷി, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് ഇസാഖ് ഹുസൈൻ, മണ്ഡലം ഭാരവാഹികളായ KH മുഹമ്മദ്, അഷ്റഫ് അലി, കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി, വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. മുൻകാല യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരെ ചടങ്ങിൽ ആദരിച്ചു. കൊടകര ഗ്രാമപഞ്ചായത്ത് 13ാം വാർഡ് വികസന സമിതിയുടെയും ചാലക്കുടി ഐവിഷൻ കണ്ണാശുപത്രിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പ് നടത്തി. ക്യാമ്പ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KT രജീഷ് ഉദ്ഘാടനം ചെയ്തു. നിരവധി പേർ ക്യാമ്പിൽ പങ്കെടുത്തു. മറ്റത്തൂർ കടച്ചപുരം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ പാർവതീദേവിയുടെ നടതുറപ്പ് മഹോത്സവം സമാപിച്ചു. സമാപന ദിവസമായ ഞായറാഴ്ച നിരവധി ഭക്തജനങ്ങൾ
ക്ഷേത്രത്തിൽ ദർശനം നടത്തി. ഞായറാഴ്ച രാത്രി 9 മണിക്ക് പ്രത്യേക തന്ത്രിപൂജകൾക്ക് ശേഷം പാർവതി ദേവിയുടെ നട അടച്ചു. ഇനി അടുത്ത വർഷം ധനുമാസത്തിലെ തിരുവാതിര നാൾ മുതൽ 12 ദിവസമായിരിക്കും ശ്രീ പാർവതി ദേവിയുടെ നടതുറപ്പ് മഹോത്സവം. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ അണ്ണലൂർ PO അഷ്ടമിച്ചിറ ചാലക്കുടി. പെരിഞ്ഞനത്ത് നിയന്ത്രണം വിട്ട കാർ സ്കൂട്ടറിൽ ഇടിച്ച് യുവാവ് മരിച്ചു. മരിച്ചയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല. മൃതദേഹം കൊടുങ്ങല്ലൂർ മോഡേൺ ആശുപത്രിയിൽ. മാള ബ്ലോക്ക് പഞ്ചായത്ത് ഭിന്നശേഷി കലോത്സവം നിറക്കൂട്ട് 2024 സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്ധ്യ നേസൻ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.